സൈന്യത്തിനു പുറമെ CRPF, ജമ്മു കാശ്മീർ പോലീസ് എന്നിവർ സംയുക്തമായാണ് ഓപ്പറേഷൻ മഹാദേവ് നടത്തുന്നത്. ശ്രീനഗറിന് സമീപത്തുള്ള ഡച്ചിഗാം വനമേഖലയിൽ കഴിയുകയായിരുന്ന സുലൈമാൻ ഷായും മറ്റ് 2 ഭീകരരെയും രാവിലെ സൈന്യം വളഞ്ഞിരുന്നു. തുടർന്ന് നടന്ന ഏറ്റുമുട്ടലിലാണ് 3 ഭീകരരെ സൈന്യം വധിച്ചത്. ലഷ്കർ-ഇ-തോയ്ബ ഭീകരരായ 3 പേരും പാകിസ്ഥാൻ സ്വദേശികളാണെന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. പാകിസ്ഥാന്റെ മുൻ സ്പെഷ്യൽ ഫോഴ്സസ് കമാൻഡോ ആയിരുന്ന സുലൈമാൻ ഷായാണ് പഹൽഗാം ഭീകരാക്രമണത്തിന് നേതൃത്വം നൽകിയത്. 2023 പൂഞ്ചിൽ ആർമി ട്രക്കിന് നേരെയുണ്ടായ ഭീകരാക്രമണത്തിലും സുലൈമാൻ ഷാ പങ്കാളിയായിരുന്നു. ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് ശ്രീനഗർ IG വിധികുമാർ ബിദ്രി അറിയിച്ചു. As per the interior reports, 3 bodies have been observed and seems to be neutralized. So this is all, but still it is operation. So I would not like to divulge much at this moment. ഓപ്പറേഷൻ മഹാദേവിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ സൈന്യം ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. എന്നാൽ പ്രാഥമികമായി ലഭിക്കുന്ന വിവരമനുസരിച്ച് പഹൽഗാം ഭീകരാക്രമണ സമയത്ത് ആക്റ്റീവായിരുന്ന ഒരു സാറ്റലൈറ്റ് ഫോൺ 2 ദിവസം മുമ്പ് ഡച്ചിഗാം വനമേഖലയിൽ വീണ്ടും ആക്റ്റീവായി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഭീകരർക്കായി ഓപ്പറേഷൻ മഹാദേവ് എന്ന് പേരിട്ട സൈനിക നടപടി ആരംഭിച്ചത്. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.